Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ് 9th സീരീസിലെ മക്കൾക്ക് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ചുള്ളത് അല്ലേ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിങ്ങൾ വളരെയധികം റൂളേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ലീഡേഴ്സിനെ കുറിച്ച് അവരുടെ ഗവേണിംഗ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നെപ്പോളിയൻ്റെ ഉദയം അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ നെപ്പോളിയൻ എങ്ങനെയാണ് ഭരണാധികാരിയായി വന്നത് എന്നുള്ളതും അതിനൊരുക്കിയ ചില സാഹചര്യങ്ങളുണ്ട് അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ നല്ല ലെങ്തി ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കേട്ടോ. കാരണം ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ചെറിയ 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 പീസായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ദ റൈസ് ഓഫ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഫ്രഞ്ചിലെ നെപ്പോളിയൻ്റെ ഉദയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു വരവിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെപ്പോളിയൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ ഉള്ളിലേക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. നെപ്പോളിയൻ അങ്ങനെ നിൽക്കുന്നൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നെപ്പോളിയൻ എങ്ങനെയാണ് വരവ് അല്ലെങ്കിൽ എന്താ പറയുക ഫ്രാൻസിൽ ഒരു എംപറായിട്ട് വന്നത്, അതിലേക്ക് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിഞ്ച ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നിരവധി പാർട്ടുകളായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിരവധി MCQകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഈ ഒരു ഭാഗമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആരെങ്കിലൊക്കെ ഇനിയും നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ഒരു നമ്പറിന് വിളിച്ച് എന്ത് ചെയ്യുക, ഉടനടി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. 2999 രൂപ ഒരു വർഷത്തേക്കാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾ വളരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, സ്ലൈഡ്സ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും, എക്സാമിനേഷൻ ഉണ്ടാവും, ലൈവ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമ്മൾ എങ്ങനെയാണ് നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലെ റൂളറായി വന്നത് അല്ലെങ്കിൽ എംപറായിട്ട് വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 18th സെഞ്ചുറി അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ 1799 ഡയറക്ടറി അവിടെ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനിൽ കുറേ അധികം ഭരണാധികാരികൾ വന്നു അല്ലേ. ലൂയിസ് 16 കുറിച്ച് പഠിച്ചു. അതിനുശേഷം അവിടെ എന്തുണ്ടായി, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, നാഷണൽ അസംബ്ലി വന്നു. അതിനുശേഷം ജാക്കോബിൻ ക്ലബ്ബ് വന്നു. അതിനുശേഷം ആര് വന്നു, ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെൻറ് വന്നു. അതിനുശേഷമാണ് ആര് വരുന്നത്, നെപ്പോളിയൻ വരുന്നത്. അപ്പോൾ നെപ്പോളിയൻ്റെ വരവ് എങ്ങനെയായിരുന്നു ഫ്രഞ്ചിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അത് മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ എന്താണോ അതിൻ്റെ എയിം, അതിലെത്താൻ ആര് കൊണ്ട് പറ്റൂല, ഒരു എംപറർ കൊണ്ട് പറ്റൂല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അവർ ഡിമാൻഡ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, നെപ്പോളിയന് സാധിച്ചിട്ടുണ്ട്. കുറേ അധികം ചേഞ്ചസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിവിലേജസ് ഓൺ ദ ബർത്ത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആര് അബോളിഷ് ചെയ്യുന്നുണ്ട്, നെപ്പോളിയൻ ഇല്ലാതാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ലോ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നെയ്ബറിങ് കൺട്രീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1804 1804 നെപ്പോളിയൻ എംപറായിട്ട് വരുന്നത്, ഫ്രാൻസിൻ്റെ എംപറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 1815 ആകുമ്പോൾ ബാറ്റിൽ ഓഫ് വാട്ടർലൂയിലൂടെ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് പവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടനും റഷ്യയൊക്കെ അടങ്ങുന്ന ഒരു പവർ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെപ്പോളിയനെ കുറിച്ച് പഠിക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇയേഴ്സാണ് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ 1804 അതുപോലെ തന്നെ 1815 എന്ന് പറയുന്നത്. 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. വാട്ടർലൂ യുദ്ധത്തിലൂടെയാണ് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻ്റ് ആണ്. അപ്പോൾ 1804 നെപ്പോളിയൻ എംപറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 1815 നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാറ്റിൽ ഓഫ് വാട്ടർലൂടെ ഡിഫീറ്റ് ആവുന്നത്, എംപറായിട്ട് വരുന്നത് 1804 ഇയേഴ്സ് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും നോട്ട് ചെയ്ത് പോകണം. അതുപോലെ തന്നെ നെപ്പോളിയൻ എങ്ങനെയാണ് ഒറ്റയടിക്ക് റൂളർ ആയതാണോ അല്ലെങ്കിൽ എംപറർ ആയതാണോ എന്നൊരു സംശയം മക്കൾക്ക് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെൻറ് ഫ്രാൻസിൽ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു,
അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡയറക്ടറിയിൽ 5 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുള്ള ഈ ഒരു ഡയറക്ടറിക്കകത്ത് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരുന്നു. അതിനു മുമ്പായിരുന്നു ജാക്കോബിൻ ക്ലബ്ബായിരുന്നു. ജാക്കോബിൻ ക്ലബ്ബാണെങ്കിൽ മാക്സിമിലിയൻ റോബസ്പിയർ ആയിരുന്നു ഗവൺ ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് മാക്സിമിലിയൻ റോബസ്പിയർ ലൈക്ക് ഒരു എന്താ പറയുക ഒരു ഓട്ടോക്രാറ്റിക് റൂളറെ പോലെ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുകയും അല്ലെങ്കിൽ എല്ലാം അയാളുടെ ആഗ്രഹങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് മാക്സിമിലിയൻ റോബസ്പിയറും ഗില്ലറ്റിൻ പ്രോസസ്സിന് ഇരയാവുന്നതും അതിനുശേഷം അവിടെ ആര് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെൻറ് വരുന്നതും. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റിയാണ് അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടായിട്ടുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റിയാണ് ആരുടെ വരവിന് കാരണം നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ലീഡറുടെ വരവിന് കാരണം. അതായത് ഫ്രാൻസിലുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റിയാണ് ആര് യൂട്ടിലൈസ് ചെയ്യുന്നത് നെപ്പോളിയൻ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നെപ്പോളിയൻ ഭരണത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെപ്പോളിയൻ ഭരണത്തിലേക്ക് വന്നതിന് ശേഷം ലോഡ്സ് ഓഫ് ചേഞ്ചസ് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഡെപ്തൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ഡെപ്തൊക്കെ പെസൻസൊക്കെ ഡെപ്തൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രോപ്പർട്ടി റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി പോലെയുള്ള കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറേ അധികം പോസിറ്റീവ് സൈഡൊക്കെ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നെപ്പോളിയൻ കൊണ്ടുവരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സിറ്റിസൺസിൻ്റെ റൈറ്റ്സിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, സെൻസർഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതൊന്നല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നെപ്പോളിയൻ്റെ റീഫോംസ് ആണ് അല്ലെങ്കിൽ നെപ്പോളിയനിക് കോഡിലൂടെ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത് നെപ്പോളിയൻ എങ്ങനെയാണ് ഭരണത്തിലേക്ക് വന്നത്, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1800-കളിലാണെങ്കിൽ 1800-ലുണ്ടായിട്ടുള്ള എന്താ പറയുക വാറിലും അതുപോലെ തന്നെ അതിനുശേഷവും തുടർന്നും നെപ്പോളിയൻ വേൾഡിലെ നെയ്ബറിങ് കൺട്രീസൊക്കെ കോൺഗോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ നെയ്ബറിങ് കൺട്രീസൊക്കെ കോൺഗോ ചെയ്യാൻ വേണ്ടി സീസ് ചെയ്യാൻ വേണ്ടി കുറേ അധികം മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്തിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നു. അതിലൊക്കെ നെപ്പോളിയൻ വിജയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് എന്ത് ചെയ്യുന്നത് ഫ്രാൻസിലെ റൂളറായിട്ട് വരാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി റിസൾട്ടഡ് ഇൻ ദ റൈസ് ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയൻ്റെ വരവിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി തന്നെയായിരുന്നു. മറ്റ് റൂളേഴ്സൊക്കെ തമ്മിലുണ്ടാകുന്ന പ്രോബ്ലംസ്. ദെൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ദ ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ഫ്രീഡം ആൻഡ് ഫ്രറ്റേണിറ്റി, ദ ഇൻസ്പയറിംഗ് ഐഡിയൽസ് ഓഫ് മോട്ടിവേറ്റഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. ദെൻ ഇൻ 1800 നമുക്ക് എന്ത് കാണാൻ പറ്റും കോൺഗോ നോർത്ത് ഇറ്റലി ഇൻ ദ ബാറ്റിൽ ഓഫ് മെരങ്കോ എന്ന് പറയുന്ന ബാറ്റിലൂടെ നോർത്ത് ഇറ്റലി ആര് കോൺഗോ ചെയ്യുന്നുണ്ട് നെപ്പോളിയൻ കോൺഗോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻ കാത്തോലിക് റിലീജിയൻ വാല്യൂസിനൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേൾഡിനെ തന്നെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് നെപ്പോളിയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറേയധികം പോസിറ്റീവ് സൈഡും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ 1800-കളിൽ നടന്നിട്ടുള്ള ബാറ്റിൽ ഇറ്റലി എന്ത് ചെയ്യുന്നുണ്ട് നെപ്പോളിയൻ തോൽപ്പിച്ചുകൊണ്ട് അവിടെയും ഒരു അധികാരം സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ പ്രദേശം കൂടി കൈക്കലാക്കാനും നെപ്പോളിയന് സാധിച്ചിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നെപ്പോളിയൻ്റെ ഭാഗത്തുണ്ടായിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെയധികം പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ അധികം നെഗറ്റീവ് സൈഡ്സും. അല്ലെങ്കിൽ നെപ്പോളിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഫ്രാൻസിൽ എങ്ങനെയൊക്കെയാണ് നെപ്പോളിയൻ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സെൻസർഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കുറേ അധികം സ്ലേവറി റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ കുറച്ചധികം നെഗറ്റീവ് സൈഡ്സും നെപ്പോളിയൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നെപ്പോളിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. 1804, 1815 ഈ വർഷങ്ങളൊക്കെ കൃത്യമായിട്ടും മക്കൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോകളിലൂടെ പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു ഓൾ. ബൈ.